ആ ദേശീയ വിദ്യാഭ്യാസ നയം അങ്ങേയറ്റം രാഷ്ട്രത്തിന് ഡേഞ്ചറാണ്, ആപത്താണ്. RSS നയമാണ്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിൽ കിടക്കപ്പുറതിയില്ലാത്ത സംഘം പരിവാരം. ആ ചരിത്രത്തെ മാറ്റിയെഴുതലാണ്. ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ ഗ്ലോറിഫൈ ചെയ്യലാണ്. അതുകൊണ്ട് എതിർക്കണം വിദ്യാർത്ഥികളെ, എതിർത്തു തോൽപ്പിക്കണം സഖാക്കളെ എന്ന ആ പ്രഭാഷണം പണ്ടുപണ്ടെപ്പോഴോ അല്ല, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. SFI ദേശീയ സമ്മേളനമാണ് വേദി. ഏതാണ്ട് 5 വർഷങ്ങളിൽ ആ നയം പറയാൻ തയ്യാറാക്കിയ പ്രചണ്ഡ പ്രചരണങ്ങൾ, പ്രബന്ധ സമാഹാരങ്ങൾ, ഇപ്പോഴും വെബ്സൈറ്റിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന 6 അംഗ സമിതി റിപ്പോർട്ട്, രാഷ്ട്രീയ സത്യം തീണ്ടാത്ത കിൻഡൽ കണക്കിന് വെറും വായപ്പടച്ച് വാക്കുകൾ തൂത്തുവാരി AKG സെന്ററിന്റെ സെപ്റ്റി ടാങ്കിൽ തള്ളിയിട്ടാണ് രായ്ക്കുരാമാനം ആ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ. 10-ാം തീയതിയിലെ ഡൽഹി യാത്രയ്ക്ക് പിന്നാലെ ഏതോ ഒരു രാഷ്ട്രീയ അണിയറയിൽ 16-ാം തീയതി ആയുധമണിഞ്ഞതാണ് ആ ധാരണാപത്രം. 22-ാം തീയതി ക്യാബിനറ്റിൽ CPI മന്ത്രി രാജന്റെ ചോദ്യം അനാഥപ്രേതമായി അലഞ്ഞതാണ്. കേട്ടെന്ന് പോലും നടിക്കാതെയാണ്. പിറ്റേന്നൊരു മായാജാലം കണക്കെ CPI മാത്രമല്ല കേരളത്തെ മൊത്തം കണ്ണുകെട്ടി നിർത്തി ഒരുതരം മൊസാദ് മോഡൽ കവോട്ട് നീക്കം ഗംഭീരമാണ്. അതേ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ കൂടെ ഇരുത്തി ബിനോയ് വിശ്വം ചോദിക്കുന്നു, ഇതെന്ത് സർക്കാരാ? കിട്ടാത്ത പുല്ലുവിലയും പോരാഞ്ഞ് ഏതു CPI എന്ന ഗോവിന്ദാധിക്ഷേപവും കേട്ട് കാൽക്കാസിന്റെ വിലയില്ലാതെ ഭാസ്കര പട്ടേലോട് തുമ്മി കണക്കെ ഇരിക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ ഗതികേടാണ്. കഷ്ടമേ കഷ്ടം. ആ നയം RSS അജണ്ടയാണ്, കാവിയാണ്, കൂവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശിവൻകുട്ടി ഇന്നലെ ഒരു രാഷ്ട്രീയ കമത്തിയടിയിൽ ഒറ്റ ചോദ്യമാണ്, NEPക്ക് എന്താ കുഴപ്പം? ഏതോ മുതലാളിത്തം, സാമ്രാജ്യത്വം, വർഗ്ഗഘടന, അന്തരീക്ഷത്തിന്റെ ആന്തോളനം, ആക്രന്ദനം എന്നൊക്കെ കേട്ടാൽ ചിരി വരുന്ന പാർട്ടി സെക്രട്ടറിയുടെ വെർബൽ സർക്കസിനേക്കാൾ കോടികളുടെ വിലയൊന്നും ഈ പറയുന്ന രാഷ്ട്രീയ നയങ്ങൾക്കില്ല എന്ന് നേർക്കുനേർ പറഞ്ഞ ശിവൻകുട്ടിക്കാണ് പൂച്ചെണ്ടുകൾ. അതിനാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ കാവിക്കൂടാരം ഇൻകുലാബിന്റെ മംഗളപത്രം. കോടികൾ താളത്തിൽ വെച്ചാൽ ഷാ എന്ന് വിരട്ടിയാൽ ആ പറഞ്ഞതൊക്കെ ഇതുപോലെ അങ്ങ് വിഴുങ്ങി പൗരത്വം നടപ്പാക്കില്ലെന്ന് പറയാനുള്ള ആർജവ നഷ്ടം ഒരു സാധാരണ സഖാവിന്റെ വല്ലാത്ത അവസ്ഥയാണ്. അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാത്തൊരു പ്രസ്ഥാനം എന്നൊക്കെ ആ ക്യാമ്പസ് കാലത്ത് വിളിച്ചുകൊടുത്തും ഏറ്റുവിളിച്ചും നെഞ്ചേറ്റിയ മുദ്രാവാക്യങ്ങളുടെ മൂക്കത്ത് വെക്കണം 2 കഷ്ടം ചുവന്ന പഞ്ഞികൾ, അകാലത്തിൽ കഴിവേറ്റിക്കൊന്ന ആവേശവാക്കുകൾ, കാതരാഞ്ജലികൾ, ആശയത്തിന്റെ മോർച്ചറികളിൽ മലച്ചു കിടക്കുന്ന ആ മുദ്രാവാക്യങ്ങളെ നിങ്ങൾക്ക് നേരട്ടെ ഓം ശാന്തി, നിത്യശാന്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.